ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ JEE പേപ്പർ 2ൻ്റെ സെഷൻ 1 ഇന്ന് നടന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അനാലിസിസ് വീഡിയോയിലേക്കാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് സെഷൻ, ഡ്രോയിങ് സെഷൻ, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് മാർക്ക് ഫോർ ആവറേജ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ എത്രയൊക്കെ മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ റാങ്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു പ്രൈമറി അനാലിസിസ്, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതിയിട്ടുള്ള കുട്ടികളിൽ നിന്ന് പലരും വിളിച്ച് സംസാരിച്ചതിൻ്റെ ആ ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് ഞാനൊരു പ്രൈമറി അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് എക്സ്പെക്റ്റഡ് നമ്മുടെ എക്സാം പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ മാത്സ് 25 ക്വസ്റ്റ്യൻസ്, ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് 50 ക്വസ്റ്റ്യൻസ്, ഡ്രോയിങ്ങിന് 2 ക്വസ്റ്റ്യൻ. അത് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ ഇഗ്നൈറ്റിൻ്റെ മോക്ക് എക്സാംസിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വന്നത്. അപ്പോൾ JEE ആർക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈസി ക്വസ്റ്റ്യൻസ്, അതായത് സ്ഥിരം എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ട്രൂ ഓർ ഫോൾസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയി കുറച്ച് കൺഫ്യൂസിങ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. എളുപ്പമാണെന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്. എന്നാലും പല കുട്ടികളും പ്രീവിയസ് ആയിട്ടുള്ള എക്സാംസ് എഴുതി പോയതിൻ്റെ ആ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ കുറച്ച് ട്വിസ്റ്റ് ആപ്റ്റിറ്റ്യൂഡിൽ വന്നോ എന്നൊരു ഡൗട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നതിനാണ്. എല്ലാ തവണയും ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഡ്രോയിങ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി എന്ന് തന്നെ പറയാം. ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് വരയ്ക്കുന്ന കുട്ടികൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ക്വസ്റ്റ്യൻസ്, അതായത് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പോർട്രേറ്റിൽ ഭാഗത്ത് വന്നിട്ടുള്ളത് ഹ്യൂമൻ ഫിഗർ അല്ല, ഒരു കഥകളി മോഡൽ സ്ട്രക്ചറാണ് സ്കെച്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഗ്നൈറ്റിൻ്റെ ഒക്കെ കലണ്ടറൊക്കെ ഡിസൈൻ ചെയ്ത പല കുട്ടികളും സിമിലർ ആയിട്ടുള്ള ഇത് വരച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 3D കമ്പോസിഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. മാത്സ് ക്വസ്റ്റ്യൻ JEE എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളൊന്നായതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പല മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാലും അതിനേക്കാളും കുറച്ചുകൂടി ടഫ്നെസ് കുറച്ച് കൂടി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ മാത്സിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു മാത്സ് വന്നിട്ടുള്ളത്. 5 to 10 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ആണ് 10 ക്വസ്റ്റ്യൻസിന് മുകളിലേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ആവറേജ് സ്റ്റുഡൻസ് 5 to 10 ഇടയിലേക്കാണ് ചെയ്യുക. ജസ്റ്റ് ഓക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതിന് താഴേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ടുള്ള എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്നുള്ള ആ ഒരു സെക്ഷനിലേക്ക് പോവാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാർക്കും മാത്സിൻ്റെ മാർക്കും കൂട്ടിയിട്ടുള്ളൊരു മാർക്കും ഒരു ആവറേജ് ഡ്രോയിങ്ങുകൾ കുട്ടികളും എങ്ങനെയാണ് സ്കോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാനിതിലും പറയുന്ന ഒരു സ്കോർ ആപ്റ്റിറ്റ്യൂഡും മാത്സും മാത്രം കൂട്ടിയിട്ടുള്ളതാണ്. ഡ്രോയിങ്ങിൻ്റെ മാർക്ക് കൂട്ടാത്തൊരു സ്കോറാണ് ഞാൻ പറയുന്നത്. ഒരു 200 സ്കോർ ആപ്റ്റിറ്റ്യൂഡും മാത്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 200 അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ 99.9 കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 190 സ്കോറിലേക്ക് വരുമ്പോൾ 99.7, 180 സ്കോറിലേക്ക് വരുമ്പോൾ 99.4, 170 സ്കോറിലേക്ക് വരുമ്പോൾ 99.3, ഒരു 160 സ്കോറിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ 99. അതൊരു അപ്പോൾ ആ ഒരു റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് ഡ്രോയിങ് ഒരു ആവറേജ് ആയിട്ട് വരയ്ക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വൺസ് ആൻസർ കീ റിലീസാവുന്നതോടുകൂടി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ റാങ്ക് വെച്ചിട്ട് ഏതൊക്കെ കോളേജിൽ കിട്ടാൻ സാധ്യത, എക്സ്പെക്റ്റഡ് റാങ്ക് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ബെസ്റ്റ് വിഷസ്. അപ്പോൾ ഇഗ്നൈറ്റ് നാറ്റ ക്രാഷ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.